ആൾക്കാർ പറയുന്നത് കേട്ടു, അഖിൽമാരാരുടെ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് എൻ്റെ ഉപദേശം സ്വീകരിച്ചു വന്നതാണ്, എൻ്റെ സുഹൃത്താണ് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അങ്ങനൊരു സംഭവമേ ഇല്ല. എനിക്ക് യാതൊരു ബന്ധവുമില്ല, പ്രത്യേകിച്ച് യാതൊരു അടുപ്പവുമില്ല. ഞാൻ ആ സിനിമയിൽ തന്നെ 1-2 ദിവസത്തിൽ മാത്രമുള്ള സീക്വൻസുകളിലാണ് ഞങ്ങൾ ഒരു ഫ്രെയിമിൽ വന്നു പോകുന്നത്. അത് ഇതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, ലക്ഷ്മി ഇങ്ങനെ ഒരു ആക്ട് ചെയ്തതിൻ്റെ പേരിലല്ല. ഞാനിത് പറയുന്നത് ഇപ്പം ഒരടുപ്പം ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഒരു വിന്നറായ എനിക്ക് ഒരു മെസ്സേജ് എങ്കിലും അയക്കുമല്ലോ, അഖിലേട്ടാ ഞാൻ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ട്. കാര്യം ഞാൻ 19-ാം തീയതി നമ്മുടെ ട്രെയിലർ ലോഞ്ച് നടത്തിയ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ ലക്ഷ്മിക്ക് അറിയാമല്ലോ ലക്ഷ്മി ബിഗ് ബോസിലേക്ക് കയറാനിരിക്കുകയാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ വൈൽഡ് കാർഡ് കയറുന്നതിന് മുൻപെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയക്കുമല്ലോ, ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ലക്ഷ്മി ബിഗ് ബോസിലേക്ക് പോകുന്നത് പോലും എനിക്ക് അറിയത്തുന്ന പോലും സംഭവമായിരുന്നില്ല. അഭിഷേകുമായിട്ട് ലക്ഷ്മി വലിയ അടുപ്പമാണ്, അവർ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എനിക്കല്ലാതെ പ്രത്യേകിച്ച് യാതൊരു അടുപ്പവുമില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാനതൊന്ന് വ്യക്തമാക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചു, അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് യാതൊരു ബന്ധങ്ങളും ഇല്ല. പിന്നെ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ രണ്ട് വ്യക്തിത്വങ്ങളാണ്, അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്.